ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഓണമൊക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ചെറിയ രീതിയിൽ ഓണമൊക്കെ ആഘോഷിച്ചു. അപ്പോൾ നമ്മുടെ തിരുവോണത്തിൻ്റെ അന്ന് സുന്ദരിക്കുട്ടിയുടെ പിറന്നാളായിരുന്നു. കഴിഞ്ഞ കൊല്ലം തിരുവോണത്തിനാണ് നമ്മൾ സുന്ദരിക്കുട്ടി ജനിച്ചത്. അപ്പോൾ സുന്ദരിക്കുട്ടിക്ക് ഞാൻ കായ വറുത്തതും ശർക്കര വരട്ടിയൊക്കെ കൊടുത്ത് മധുരമൊക്കെ കൊടുത്ത് അവളെ ഒന്ന് സന്തോഷിപ്പിച്ചു. നമ്മുടെ സുന്ദരി പെണ്ണല്ലേ അവൾ. അപ്പോൾ ഓണമായാലും വിഷു ആയാലും ഒക്കെ രാവിലെ നമ്മൾ എണീറ്റ് പുലർച്ചെ നമ്മുടെ പണികളൊക്കെ തുടങ്ങിയിട്ട് വേണം നമുക്ക് വേറൊക്കെ ചെയ്യാൻ. അപ്പോൾ സുന്ദരിക്കുട്ടിയുടെ പിറന്നാൾ തിരുവോണത്തിന് കഴിഞ്ഞ് 3 ഓണത്തിൻ്റെ അന്ന് തന്നെ സുന്ദരിക്കുട്ടി വലിയ കുട്ടിയായി തെളിയിച്ചു എന്ന് പറഞ്ഞാൽ അവൾ ശാരീരികമായി വലുതായി. അപ്പോൾ അവൾ ഫസ്റ്റ് ഹീറ്റായി, ഭയങ്കര കരച്ചിലൊക്കെയായിരുന്നു. ഞാൻ തീറ്റ കിട്ടാഞ്ഞിട്ടാവും എന്ന് വിചാരിച്ചു. അവളുടെ വളർച്ചക്കുറവ് കണ്ടപ്പോൾ നമ്മളങ്ങനെ പ്രതീക്ഷിച്ചില്ല ഇപ്പോൾ ഹീറ്റാവുമെന്ന്. അപ്പോൾ തീറ്റ കൊടുക്കാൻ ഞാൻ വയറെന്നറിയാണ്ട് വെച്ചിട്ട് ഓരോ പ്രാവശ്യം തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത് കരയുമ്പോൾ അപ്പോൾ അതല്ലായിരുന്നു, അവൾ ഹീറ്റായതാണ്. അപ്പോൾ ഒരു 1.5 വയസ്സ് വരെ നമ്മൾ അത് വിട്ട് കളയാണ്. 1.5 വയസ്സൊക്കെ ആയിട്ട് നമുക്ക് കുത്തി വയ്ക്കാം. ഇപ്പോൾ അവൾ അങ്ങനെ കരഞ്ഞ് നടക്കട്ടെ. അപ്പോൾ നമ്മൾ 4 മണിക്ക് എണീറ്റ് വന്ന് വൈക്കോലൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാവരും ചാണകമൊക്കെ വാരി കളഞ്ഞ് കുളിപ്പിക്കുകയാണ്. അതെല്ലാവരും ദിവസം 4 മണിക്ക് എണീറ്റ് കുളിപ്പിക്കും. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഇട്ടിട്ടുണ്ട് വീഡിയോ, എന്നാലും നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സൊന്നും ഫസ്റ്റിലുള്ള വീഡിയോ ഒന്നും കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞോളാണിത്. അപ്പോൾ ഈ 28-ാം തീയതി വന്ന 9 മാസം ആവും. 9 മാസം 7 ദിവസമൊക്കെ കഴിഞ്ഞാൽ പ്രസവിക്കും. ചിലപ്പോൾ 9 മാസം തികയും മുമ്പേ പ്രസവിക്കണവരുണ്ട്. അങ്ങനെ പലരും പല ടൈപ്പാണ്. ചിലപ്പോൾ 9 മാസം 7 ദിവസമൊക്കെ കഴിഞ്ഞാലും പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ പ്രസവിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഒരു പശു ഗർഭിണിയൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് അവരൊന്ന് പ്രസവിച്ച് കിട്ടിയാലാണ് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. 9 മാസം കഴിഞ്ഞാൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് വന്ന് നോക്കും. പശുക്കൾ പ്രസവിക്കലൊക്കെ ചിലപ്പോൾ കുഴപ്പമില്ലാതെയൊക്കെ പ്രസവിക്കും. പക്ഷെ അവരുടെ 2ാം കുട്ടി മറുപിള്ളാനെ തിന്നാനൊക്കെ ഇടയായി വന്നാൽ അവർക്ക് അസുഖങ്ങളൊക്കെ വരും. അപ്പോൾ കാലത്ത് എണീറ്റ് ചെറിയ കുട്ടിയാണോന്നോ ഗർഭിണിയാണെന്നോ അല്ലെങ്കിൽ പ്രസവിച്ച പശുവാണെന്നോ ഒന്നുമില്ല. നമ്മൾ 8 ആളാണ് ഇപ്പോൾ ഉള്ളത്. 8 ആളെയും കുളിപ്പിച്ച് തൊഴുത്തൊക്കെ അടിച്ച് കഴുകിയാലാണ് നമുക്കൊരു സന്തോഷമുള്ളൂ. അപ്പോൾ ഇത് കുഞ്ഞാറ്റിക്കൊക്കെ ദേഷ്യമാണ് കുളിപ്പിക്കണത്. എന്നാലും തല ഒഴികെ നമ്മൾ മേലൊക്കെ നല്ല പോലെ ഉരച്ച് കഴുകി കുളിപ്പിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. ഇത് അമ്മണിക്കും ആർക്കും അത്ര താല്പര്യമൊന്നുമില്ല. വലിയോളും കിങ്ങിണിമോളും മാത്രമാണ് നിന്ന് കാണിച്ച് തരും. കിങ്ങിണിമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് കിങ്ങിണിമോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉരച്ച് കഴുകുക. അവൾ എപ്പോഴും അങ്ങനെയാണ് നമ്മൾ കൂടെ കുളിപ്പിക്കാനൊക്കെ നിൽക്കുന്നത്. വലിയോളാണ്. അപ്പോൾ 4 ഗർഭിണികളാണ് ഇപ്പോൾ ഉള്ളത്. 3 ആൾ മാത്രമേ കറക്കണുള്ളൂ. അപ്പോൾ ഇനി പ്രസവിച്ച് പാലൊക്കെ അളന്നിട്ട് വേണം. ഇപ്പോൾ കയ്യിൽ നിന്ന് കാശെടുത്ത് നമ്മൾ അവർക്ക് തീറ്റയൊക്കെ മേടിച്ച് കൊടുക്കും. ഗർഭിണികളെന്ന് വെച്ചിട്ട് തീറ്റ കുറയ്ക്കാൻ പറ്റില്ലല്ലോ. 4 പേര് ഗർഭിണികളായതുകൊണ്ട് നല്ലൊരു ബുദ്ധിമുട്ടിലൂടെയാണ് പോണത്. എന്നാലും അങ്ങനെ പോകണം. അതേ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അവർക്ക് വയറൊക്കെ നിറഞ്ഞ് വിശപ്പൊക്കെ മാറി ഇങ്ങനെ എല്ലാവരും 8 ആൾ ഇങ്ങനെ കിടക്കണം കാണുമ്പോൾ ഒരു ഭയങ്കരമായൊരു സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോൾ കായത്തൊലിയാണ് നമ്മൾ പശുക്കൾക്ക് എപ്പോഴും കൊടുക്കുക. കായത്തൊലിക്കാരൊക്കെ ഓണത്തിൻ്റെ വലിയ പണിയൊക്കെ കഴിഞ്ഞ് അവരെല്ലാവരും നാട്ടിൽ പോയി. അപ്പോൾ നമ്മൾ വീണ്ടും പുല്ലരിയാൻ പോയി. പാടത്ത് കുറേ പുല്ലൊക്കെ ഉണ്ട്. അപ്പോൾ പുല്ലൊക്കെ അരിഞ്ഞ് കൊണ്ടുവന്ന് വലിയ നീളമുള്ള പുല്ലാണ് വെട്ടിയൊക്കെ ചെറുതാക്കി അവർക്ക് ഇട്ട് കൊടുത്തു. അവർക്ക് പുല്ലിനോട് അത്രയ്ക്ക് താല്പര്യമില്ല, എന്നാലും തിന്നും. പിന്നെ ഓണം ഞങ്ങൾ ചെറിയ രീതിയിൽ ആഘോഷിച്ചതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൂക്കളം 2 മക്കളാണ് പൂക്കളമൊക്കെ ഇടുന്നത്. നല്ല ഡിസൈനൊക്കെ വരച്ച് ബാക്കിയുള്ള പൂക്കളങ്ങളൊക്കെ അച്ചമ്മയാണ് ഇടുക. അപ്പോൾ സജീവേട്ടൻ നാളികേരൊക്കെ ഉടച്ച് ഞങ്ങൾ തൃക്കാക്കരപ്പനൊക്കെ വെച്ച് ഉറക്കെ അറപ്പ് കുളിക്കും. അപ്പോൾ ഓണസദ്യയൊക്കെ കഴിഞ്ഞപ്പോൾ ചെറുപ്പത്തിലൊക്കെ കല്യാണത്തിന് മുൻപൊക്കെ
പൊങ്ങണങ്ങാട് എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത് കേട്ടോ. അപ്പോൾ അവിടെ ഓണക്ക സദ്യയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങും, കൈക്കുട്ടികൾക്ക് എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് ചെയ്യാൻ കാണാൻ പോകും. അതുപോലെ മോളോട് പറഞ്ഞ് ഞാനും മോളും ഓണൊക്കെ കഴിഞ്ഞ് ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയി. അവിടെ നല്ല ഓണക്കളി ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടുവന്നു. ആ പഴയ ഓർമ്മകളിലേക്ക്, പഴയ ഓണക്കാലത്തിലേക്ക് തിരിച്ചു പോയി. പണ്ടത്തെ ഓണക്കളി അല്ല ഇപ്പോൾ, ഒക്കെ ഭയങ്കര സ്പീഡായിട്ടുള്ളൊക്കെ കളികളാണ്, എന്നാലും അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് വന്നു.